കുറച്ച് കാലമായി ഗാർഡനിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ചുമ്മാ മടിയായിരുന്നോ. ഇത് നമ്മുടെ അയൽവാസിയുടെ റോസാണ് കേട്ടോ. ഒരു ഫ്ലോയില് പുള്ളി ഇങ്ങോട്ട് വളർന്നെത്തിയതാ. പിന്നെ ഭംഗിയുള്ളതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. റോസ് മാത്രല്ല, ദേ ആപ്പിളും പെയറും ഗ്രേപ്സും എല്ലാം കഴിച്ചിട്ടുണ്ട്. ഈ പ്രകൃതി ഒരു സംഭവം തന്നെ അല്ലേ. പിന്നെ ഈ കണ്ടതെല്ലാം നമ്മൾ വെച്ചതൊന്നും അല്ല കേട്ടോ. ഈ വീട് വാങ്ങിക്കുമ്പോ തന്നെ ഈ ഗാർഡൻ ഇങ്ങനെയാണ്. ഇവിടെ ഉണ്ടായിരുന്നവര് ഒരു പ്രകൃതി സ്നേഹികളായിരുന്നു തോന്നുന്നു. ഇവിടെ ഉള്ളത് നശിപ്പിക്കാതെ നമ്മൾ അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നു മാത്രം. ഈ വീക്കെൻഡ് അങ്ങനെ കാര്യമായി പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഗ്രോസറി ഷോപ്പിംഗ് നടന്നില്ല. തൽക്കാലം വിഷ്ണു പോയി ഗ്രോസറീസ് ഷോപ്പ് ചെയ്യട്ടെ, നമുക്ക് പോയി ഡിന്നർ ഉണ്ടാക്കാം. ഇന്ന് ഡിന്നറിന് നമുക്കൊരു ഹെൽത്തി വെജിറ്റേറിയൻ മെനു ആണ്. ചീര സാമ്പാറും ചെറുപയർ ദോശയും. ആദ്യം ഒരു ഗ്ലാസ് പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി 2 വലിയ സവാള, 5 എരിവുള്ള പച്ചമുളക്, 2 കുഞ്ഞു തക്കാളി നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ആ കുനുകുന അത്ര നിർബന്ധമില്ല കേട്ടോ. പരിപ്പ് വെന്തൊരു പരിവായി നമുക്കിനി ചീര സാമ്പാറിന്റെ പരിപാടി തുടങ്ങാം. ചീര സാമ്പാറിനൊരു സ്റ്റൈലിന് പറയുന്നതാണേ. വേണമെങ്കിൽ ചീരയും പരിപ്പും എന്നൊക്കെ പറയാം. അല്ലെങ്കിലും പേരിലൊന്നും അല്ലല്ലോ കാര്യം. നമുക്കൊരു 10 അല്ലെങ്കിൽ വേണ്ട ഒരു 15 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സംഗതിയാണ് ഇത്. എന്നാ തുടങ്ങിയാലോ. വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായി വയറ്റി അതിലോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി ഇട്ട് പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ഇട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് തുറന്ന് നമുക്ക് ഫ്രോസൺ ചീര ആഡ് ചെയ്യാം. എൻ്റെ അമ്മേ, ഒന്ന് ശ്വാസം എടുക്കട്ടെ, അല്ലെങ്കിൽ ചീര സാമ്പാർ ചിലപ്പോൾ വേറെ ആരെങ്കിലും കഴിക്കേണ്ടി വരും. കുറച്ച് കാത്തിരുന്നെങ്കിലും അവസാനം അവർ ഒന്നിക്കുകയാണ്. പരിപ്പും ചീരയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീര സാമ്പാർ ഇവിടെ റെഡി. ഇത് നമ്മൾ രാവിലെ നമ്മുടെ ചെറുപയർ ദോശയ്ക്ക് വേണ്ടി അരിയും ചെറുപയറും ഒരേ അളവിൽ നല്ലോണം കഴുകി കുതിരാൻ വെച്ചതാണേ, അതോ കുതിർക്കാൻ വെച്ചതാണ്. ഇതെനിക്ക് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ വിഷ്ണു ഈ ഗ്രോസറി വാങ്ങിക്കാൻ പോയാൽ എത്ര സംശയങ്ങളാണെന്നറിയോ. ഈ സംശയങ്ങൾ മൊത്തം ക്ലിയർ ചെയ്ത് ഉദ്ദേശിക്കാത്ത കുറെ സാധനം വാങ്ങും, വേണ്ട കുറെ സാധനം വാങ്ങൂല്ല. കഴിവന്നെ. ഈ മാവ് നമുക്ക് പുളിപ്പിച്ചെടുക്കേ, പുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അരച്ചു കഴിഞ്ഞാൽ നല്ല ചൂടോർക്കനെ അപ്പം തന്നെ ചുട്ടെടുക്കാം. ഇതേ മടങ്ങി എത്തിയല്ലോ നമ്മുടെ മോൻ. നമുക്കിനി സമയം കളയാതെ പെട്ടെന്ന് ഡിന്നർ കഴിക്കാം. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിന്നറാണ് ഇത്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ മിസ്റ്റർ ധരം, രാത്രി നമ്മൾ കഴിക്കുന്നത് ചെറുപയറും പരിപ്പും ഒക്കെയാണ്. അസിഡിറ്റി ഇഷ്യൂസ് ഉള്ളവര് ഇത് മനസ്സിൽ വെച്ചോണ്ട് കേട്ടോ. നമ്മളിവിടെ പൊതുവെ കുക്കിംഗ് ഞാനും ക്ലീനിങ് വിഷ്ണുവാണ്. പുള്ളി കളത്തിലോട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് ഈ ഗ്രോസറീസ് ഒക്കെ ഒന്ന് സ്ഥലങ്ങളിൽ എടുത്തു വെക്കാം. ഫൈനലായി ഒരു റൗണ്ട് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ടാസ്ക് കഴിഞ്ഞു.